പ്രിയ സഹോദരരെ, കഥാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ലോകത്തിലെ ജീവിതം എല്ലാ മനുഷ്യരും മരണത്തിന് വിധേയരാണ്. മരണശേഷം എന്താണ്, എങ്ങനെയാണെന്നൊരു ചിന്ത, സങ്കല്പം എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലുണ്ട്. അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല. ഓരോ മതങ്ങളും അനുശാസിക്കുന്ന രീതിയിൽ അതിൻ്റേതായ രീതിയിലുള്ള സ്വർഗീയ കാഴ്ചപ്പാട്, സ്വർഗത്തേക്കുള്ള കാഴ്ചപ്പാടുകൾ, നിഗമനങ്ങൾ, അതിൻ്റെ ജ്ഞാനം, അതിൻ്റെ പ്രവർത്തനം എല്ലാം ഭൂമിയിൽ നടക്കുന്നു. എന്നാൽ നമുക്ക് ഒരു സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും മരണമുണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോൾ എല്ലാ മതങ്ങളും ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഊന്നി പറയുന്നുണ്ട്. അത് ഉയർപ്പ്, അല്ലെങ്കിൽ മനുഷ്യന് വീണ്ടും ഒരു പുനർജന്മം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിനൊക്കെ ആണെങ്കിൽ പുനർജന്മം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഇതിനകത്ത് നിക്ഷിപ്തമായിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയത്തില്ലാതെയുള്ളൊരു ജീവിതമാണ് ഇപ്പോൾ നമ്മൾ നയിക്കുന്നത്. അതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് സ്വർഗം എന്ന സത്യമാണ്. പ്രിയപ്പെട്ട, ഈ സ്വർഗം എന്ന സത്യത്തെ നമ്മൾ ഈ കാലഘട്ടത്തെ വെച്ച് വേണം പഠിക്കാൻ. സ്വർഗത്തെ മനസ്സിലാക്കണം. അഥവാ സ്വർഗത്തിൻ്റെ ഘടനയും അതിൻ്റെ നിറവും ഗുണവും മണവും, അതിൻ്റെ നീളം, വീതി, വണ്ണം, ഉയരം, അവിടുത്തെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ, അവിടെ സൂര്യനുണ്ടോ ഇല്ലയോ, അവിടെ ദിനരാത്രങ്ങളുണ്ടോ, അവിടുത്തെ സുഗന്ധം എന്ത്, അവിടെ കുളിക്കാൻ സ്ഥലമുണ്ടോ, ഭക്ഷണമുണ്ടോ, ഇങ്ങനെ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായിട്ട് നമ്മൾ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു നിഗമനം. ഇതിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന ക്ലാസ്സിൻ്റെ പങ്ക്തിയിലാണ്. അത് 4 ഭാഗം ഞാൻ എടുത്തു കഴിഞ്ഞു. അതിൽ 5ാം ഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ മറ്റ് ക്ലാസ്സുകളും കൂടി ഇടുന്നുണ്ട്. കാരണം പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗം തന്നെ അങ്ങ് എടുത്തു പോയി കഴിഞ്ഞാൽ മറ്റ് ചില അറിയിപ്പുകളും ആവശ്യങ്ങളും ഉള്ളതിനകത്ത് ഇടാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് 4ാം ഭാഗം 5ാം ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ഘടന മനുഷ്യന് മനസ്സിലാകാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ആദ്യമായിട്ട് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും 1ാം ലോക മഹായുദ്ധം മുതലുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ശരിക്കും ബോംബുകൾ, വിമാനങ്ങൾ, മിസൈലുകൾ, വെടിക്കോപ്പുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ യന്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ സ്വർഗമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടനയെക്കുറിച്ച് പറയാൻ ആർക്കും സാധിക്കില്ല. അതിൻ്റെ കാരണം ഈ വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരുന്ന മിസൈലുകളെക്കുറിച്ചോ ആണവ ബോംബുകളെക്കുറിച്ചോ ഒന്നും പറയാൻ ആർക്കും അറിയത്തില്ലായിരുന്നു. എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിർമ്മിക്കപ്പെടാതെ, ആ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ, ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ആ വസ്തു എന്താണെന്ന് വെളിപ്പെടുത്തി പറയാതെ ആർക്കും പറയാൻ സാധ്യമല്ലായിരുന്നു എന്നുള്ളതാണ് പരമസത്യം. അപ്പോൾ ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം, ഹൈന്ദവ മതമായാലും മുസ്ലിം മതമായാലും യഹൂദ മതമായാലും ക്രിസ്തു മതമായാലും ബുദ്ധ ജൈന മതമായാലും അതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യമെന്നത് ഒരു സ്വർഗീയ മഹത്വം, ദൈവമെന്ന ആ പരമസത്യയോട് ചേർന്നുള്ളൊരു ജീവിതം. അത് സാധ്യമാണോ, അങ്ങനെ സ്ഥലമുണ്ടോ, അങ്ങനെയുള്ളൊരു അവസ്ഥ ലോകത്തുണ്ടോ എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ പഴയ നിയമ ഗ്രന്ഥങ്ങളിലൊക്കെ സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയ ജീവിതത്തെക്കുറിച്ചൊക്കെ ഓരോ പദങ്ങൾ, ഞങ്ങളുടെ ജീവിതം സ്വർഗത്തിൽ പ്രവേശിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഞങ്ങൾ ഈ ദുഷ്ടനിൽ നിന്ന് അകന്ന് ഞങ്ങൾ സ്വർഗത്തിൽ എത്തപ്പെടും, ഇങ്ങനെയൊക്കെയുള്ള ചില പദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട സത്യം, സ്വർഗത്തെ മനസ്സിലാക്കുക അഥവാ സ്വർഗത്തെ ഉൾക്കൊള്ളുക അഥവാ സ്വർഗത്തെ കാണുക, അറിയുക എന്നത് ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ പാതാളമുണ്ടോ, പാതാളം എവിടെയാണ് എന്ന് പഠിക്കണം. ആദ്യം എന്താണ് പാതാളമെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ സ്വർഗമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഈ പാതാളം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്, നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ധനവാൻ നരകത്തിൽ പോയെന്നും അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. നമ്മൾ നരകത്തിൽ എന്ന് നമ്മൾ കേൾക്കും, നരകം എന്നൊരു വാക്ക് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ നരകം എന്ന് പറയുന്നത് എന്താണ്, പാതാളം എന്ന് പറയുന്നത് എന്താണ്? നരകം എന്ന് പറയുന്നത് പാതാളം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ള പശ്ചാത്തലമാണ്. പാതാളം എന്ന ആ സത്യം, അല്ലെങ്കിൽ ആ വസ്തു രൂപപ്പെടുന്നതിന് മുമ്പ്, അത് നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിലെ ദുഃഖത്തിൻ്റെ, ദുരിതത്തിൻ്റെ, വേദനയുടെ, ആകുലതയുടെ, ആത്മാക്കളിൽ ചെന്ന് എത്തപ്പെടുന്ന സ്ഥലത്തിൻ്റെ, അപാരമായ മനക്ലേശത്തിൻ്റെ, മാനസിക സംഘർഷത്തിൻ്റെ, മരിച്ചുപോയവർക്ക് 2 തലമേ ഉള്ളൂ, മനസ്സും ആത്മാവും. ശരീരം വേർപെട്ടല്ലോ, മനസ്സും ആത്മാവും കൂടെ ഒന്നാകും. മനസ്സും ആത്മാവും കൂടെ ഒന്നാകുമ്പം
മനസ്സിൻ്റെ വിശുദ്ധിയും ആത്മാവിൻ്റെ വിശുദ്ധിയും ഒന്നിച്ചാണെങ്കിൽ എന്തു സംഭവിക്കും? അവിടെ സന്തോഷ സമാധാനം ഉണ്ടാവും. എന്നാൽ സന്തോഷ സമാധാനം അവിടെ ഉണ്ടാകുന്നില്ലെങ്കിൽ മനസ്സ് ആത്മാവിനെ എതിർക്കുകയും ആത്മാവ് മനസ്സിനെ എതിർക്കുകയും ചെയ്യും. അവിടെ ആത്മീയ സംഘർഷം ഉണ്ടാവും. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നൊരു വചനമുണ്ട്. ആ വചനം ഇപ്രകാരമാണ്: അവസാന ചില്ലിക്കാശും കൊടുത്തു വീട്ടുന്നവരെ സത്യമായി നീ അവിടുന്ന് പുറത്തു വരികയില്ല. അപ്പോൾ മനസ്സ് ആത്മാവിനോട് പറയും, ഞാൻ അന്നേ പറഞ്ഞതാണ് ആത്മാവെ നീ അത് ചെയ്യരുത്, ദൈവത്തിന് പ്രമാണം ലംഘിക്കുന്നത് ഞാൻ മനസ്സ് പറഞ്ഞതാണ്. അപ്പോൾ ആത്മാവ് പറയും, നിന്നോനെയാണെന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കരുതെന്ന് പറഞ്ഞതാണ്, അത് ദൈവം പറഞ്ഞാൽ കഴിക്കരുതെന്ന് പറഞ്ഞതായിരുന്നു, പിന്നെ നീ എന്തിനാണ് അത് സംഭവിച്ചത്? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സും ആത്മാവും കൂടെ ഉണ്ടാക്കുന്ന ഈ അസ്വസ്ഥതയാണ് അവൻ്റെ ഏറ്റവും വലിയ അവസ്ഥ. മനസ്സും ആത്മാവും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും അസമാധാനം തരിക, അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം പ്രഖ്യാപിക്കുന്ന ആ ആത്മീയ സംഘർഷത്തെയാണ് കർത്താവ് പറയുന്നത്, അവസാന ചില്ലിക്കാശും കൊടുത്തു വീട്ടുന്നവരെ സത്യമായി നീ ഇവിടുന്ന് പുറത്തു വരികയില്ല. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നന്മ ചെയ്യേണ്ട സാഹചര്യത്തിൽ നന്മ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പശ്ചാത്തലത്തിൻ്റെ വേദനയുടെ ഭാഗമാണ് നരകത്തിൽ അനുഭവിക്കുന്നത്. അപ്പോൾ അത് നരകം. അപ്പം നരകം ഉണ്ടെന്നുള്ളത് അതങ്ങനെ തന്നെ ഒരു സത്യം. ഇനി പാതാളത്തിലേക്ക് നമുക്ക് വരാം. നരകത്തിൻ്റെ പൂർണ്ണാവസ്ഥയാണ്, അതാ നരകത്തിൻ്റെ വെളിപ്പെടലാണ് പാതാളം എന്ന് പറയുന്നത്. അപ്പോൾ പാതാളം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ നമുക്കറിയാം ഭൂമിയാണ് പാതാളമായിട്ട് മാറുന്നത്. അതായത് ലോകത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആണവ ആയുധങ്ങളും, ലോകത്തിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എത്ര അണുബോംബുകളുണ്ടോ അത് കടലിനടിയിലോ ബഹിരാകാശത്തോ ഭൂമിക്ക് മുകളിലോ വിമാനത്തിലോ ചന്ദ്രനിലോ സൂര്യനിലോ മറ്റ് ഗ്രഹങ്ങളിലോ എവിടെ കൊണ്ടുവച്ചാലും അതെല്ലാം കൂടെ ഒറ്റ ദിവസം പൊട്ടിത്തെറിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വചനം തന്നെയുണ്ട്, അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ 1,000,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് വരുന്ന ഭൂമിയുടെ അവസ്ഥയാണ് പാതാളം എന്ന് പറയുന്നത്. അതാണ് പാതാളം. അത് നിത്യപാതാളമാണ്. ആ നിത്യപാതാളം എന്ന് പറയാൻ എന്താണ് കാരണം? അത് നമുക്കറിയാം. അണുബോംബിൻ്റെ സ്ഫോടനത്തിൽ ഉണ്ടാകുന്നത് ന്യൂക്ലിയസിലേക്ക് ഇലക്ട്രോണും പ്രോട്ടോണും ചെന്ന് മുട്ടുമ്പോൾ തട്ടുമ്പോൾ അത് ന്യൂക്ലിയസ് വിഭജിച്ച് വീണ്ടും ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടാവും. അതങ്ങനെ അനസ്യൂതം നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ വലിയ ഊർജ്ജം, വലിയ തീയ്, വലിയ അഗ്നി സൃഷ്ടിക്കപ്പെടും. ആ സൃഷ്ടിക്കപ്പെടുന്ന അഗ്നിയുടെ ചൂടാണ് 1,000,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് സൂര്യനെ നോക്കുന്നവരെ നോക്കാൻ പറ്റുകയില്ല. അത്രമാത്രം ശക്തമായ അഗ്നിയുടെ ഒരു കുണ്ഡം, അഗ്നിയുടെ ഒരു കൂമ്പാരത്തെയാണ് പാതാളം എന്ന് പറയുന്നത്. അപ്പോൾ ആണവ ബോംബുകളെ നോക്കിക്കൊണ്ട്, അണുബോംബുകളെ നോക്കിക്കൊണ്ട് പാതാളമുണ്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്നതിനെയാണ് പാതാളം എന്ന് പറയുന്നത്. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ വസ്തുതയെ നമുക്ക് കാണാം. അതായത് ഇന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലേക്ക് ഒരു അണുബോംബ് വീണാൽ അവിടെ ഈ പറഞ്ഞ ചൂടുണ്ടാവുകയും ആ പ്രദേശം മുഴുവൻ കത്തി എരിഞ്ഞ് ചാമലായി പോവുകയും ചെയ്യുന്നത് യാഥാർത്ഥ്യമാണ്, സയൻസ് പരമായിട്ട് ശരിയും സത്യവുമാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ ഒരു പാതാളം സൃഷ്ടിക്കപ്പെട്ടാൽ നിശ്ചയം അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് അഥവാ അതിൻ്റെ അടുത്ത തലം ഉണ്ടാകും. ആ അടുത്ത തലത്തെയാണ് നമ്മൾ പറയുന്നത് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു പ്രശ്നമുണ്ട്. സ്വർഗവും നരകവും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് നിനക്കും എനിക്കും മധ്യേ വലിയൊരു ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഗർത്തം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ വരാൻ പറ്റാത്ത വിധമുള്ള ഒരു അസാധ്യമായ മേഖല. പാതാളത്തിലുള്ളവർക്ക് അങ്ങോട്ടോ സ്വർഗത്തിലുള്ളവർക്ക് ഇങ്ങോട്ടോ വരാൻ പറ്റാതെ ഒന്ന് പാതാളം പറഞ്ഞ് നിത്യചൂടും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ആകുലതയുടെയും വേദനയുടെയും കഠിന യാതനയുടെയും കരച്ചിലിൻ്റെയും ഒട്ടുങ്ങാത്ത ദുഃഖത്തിൻ്റെ ഒട്ടുങ്ങാത്ത വേദനയുടെ നൈരാശ്യത്തിലേക്ക് കൂപ്പുകുത്തി എന്നേക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. ഈ പാതാളം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും അപ്രത്യക്ഷമാവുകയാണ്. അതോടെ പ്രപഞ്ചം അപ്രത്യക്ഷമാവുകയാണ്. അങ്ങനെ പ്രപഞ്ചം അപ്രത്യക്ഷമാകുമ്പോൾ ആ പാതാളത്തിൽ വീണു പോയവരുടെ നിത്യ ദുഃഖത്തെയാണ് പാതാളം എന്ന് പറയുന്നത്. ഇതൊരു യാഥാർത്ഥ്യ സ്ഥലമാണ്, 1,000,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുള്ള സ്ഥലമാണ്. അതാണ് ഭൂമി പാതാളമായിട്ടും. അപ്പോൾ അതിൻ്റെ എതിർ സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ആണവ ബോംബുകൾ കൊണ്ടാണ്. ആണവ ബോംബുകൾ ഇന്ന് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് പൊട്ടുമെന്നും ഒരു നിശ്ചിതമിത്ത് പൊട്ടുമെന്നും പൊട്ടിയുള്ളത് പാതാളമായിട്ട് മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത തലമാണ്, അടുത്ത സ്റ്റെപ്പാണ്, അടുത്ത പ്രദേശമാണ് സ്വർഗമെന്നത്. അപ്പോൾ ഈ സ്വർഗത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പരമസത്യം എന്ന് പറയുന്നത്, സ്വർഗത്തെ മനസ്സിലാക്കുന്നതിന് പകരം നമ്മൾ അണുബോംബുകളുണ്ടോ ഭൂമിയിൽ എന്ന് ചിന്തിക്കുക. കാരണം ഇത് ഇത്ര വ്യക്തമായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഈ ആണവ ബോംബുകൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് സ്വർഗത്തെക്കുറിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റുകയുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേരള സഭയിലോ
ഭാരത സഭയിലോ ആഗോള സഭയിലോ ഒരു മതത്തിനോ സ്വർഗത്തെക്കുറിച്ച് ഒരു ഘടനാപരമായി ഒരു ക്ലാസ് എടുക്കാൻ ആർക്കും പറ്റാതെ പോയത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വെളിപ്പെടുത്തി കിട്ടിയ വ്യക്തികൾക്ക് അത് ഞാനൊന്നും ആകണമെന്നില്ല. എന്നെപ്പോലെ ആരെങ്കിലും വെളിപ്പെടുത്തി സംസാരിക്കാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഇത് പറയാൻ പറയാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ കാരണം അവർക്ക് മാത്രമേ അതിനെപ്പറ്റി പറയുവാൻ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇത്രയും മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും ഉണ്ട് എന്ന് തെളിയിക്കുവാനുള്ള ശാസ്ത്രീയ സത്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് സമയം അടുത്ത നാളെ ഞാൻ ഇതിൻ്റെ സ്വർഗത്തിൻ്റെ ഘടനയെക്കുറിച്ച് പറയും. അതിന് ആമുഖമായിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി വേണം. സ്വർഗം എന്ന പരമസത്യത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകത്തിലാണ് അതിൻ്റെ ഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അത് ഞാനൊന്ന് വായിച്ചു വെച്ചിട്ട് അതിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും ഞാൻ നിങ്ങൾക്ക് തരാം. ഒരുപാട് സമയമെടുക്കാതെ തന്നെ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന തക്കവിധമാണ് ഇപ്പോൾ ഞാൻ കാര്യം പറഞ്ഞത്. അതായത് ആണവ ബോംബുകളെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ പുസ്തകത്തെ വായിക്കാൻ. സ്വർഗദർശനം, വെളിപാടിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം, 4-ാം അധ്യായത്തിന് 1-ാം തിരുവചനം. അവിടെ ഇങ്ങനെ പറയും, ഇതിനു ശേഷം. അതാ മനസ്സിലാക്കണേ, ഇതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നടക്കുകയാണ്. എന്തോ സംഭവം നടക്കുന്നതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്വർഗത്തിലൊരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അപ്പോൾ വീണ്ടും ഒരു സംഭവം നടക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് ശേഷമുള്ളത് കാണിച്ചു തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു സംഭവത്തെ കാണിച്ചു തരാൻ തക്കവിധം ഒരു കാണാവുന്ന വസ്തു, അത് കാണാവുന്ന സ്ഥലം, കാണാവുന്ന ദേശം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് തരാം. പെട്ടെന്ന് ഞാൻ ആത്മാനുഭൂതി ലയിച്ചു. അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു. സിംഹാസനത്തിന് ചുറ്റും മരതകം പോലുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു. ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ, അവയിൽ ധവളവസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് മിന്നൽപ്പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കവും പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ. ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിന് മുമ്പിൽ ഒരു പളുങ്കുകടൽ. പ്രിയപ്പെട്ടവരെ, ഇത്രയും പറഞ്ഞു വെക്കുമ്പോൾ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞൊരു കൂട്ടിക്കൊണ്ടുപോയി കാണിക്കുന്ന ഒരു സ്ഥലമാണ് അത്. അങ്ങനെ ഒരു സ്ഥലം തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ വ്യാഖ്യാനാർത്ഥം വളരെ നിഗൂഢമായിട്ടുള്ളത്, വളരെ പച്ചയായിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന രഹസ്യങ്ങൾ, അതിൻ്റെ ലിസ്റ്റും പ്രകാരം നാളെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാം. 6-ാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതുവരെ നമുക്ക് കാത്തിരിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം വെച്ചാൽ ഒരുപാട് സമയമെടുത്താൽ അത് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അതീവ നിഗൂഢ രഹസ്യങ്ങൾ, ഈ കാലത്തിൻ്റെ ഏറ്റവും പ്രസക്തിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് വേണം. ആണവ ബോംബുകളുണ്ട്, അത് ഏത് നിമിഷം പൊട്ടാം. അത് മൊത്തമായിട്ട് പൊട്ടുന്ന സാഹചര്യം ഭൂമിയിൽ വരും. അപ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന സ്ഥലമാണ് പാതാളമെന്നും അപ്പോൾ അതിൻ്റെ എതിർവശമാണ് സ്വർഗമെന്നും ഈ ഭാഗത്ത് മനസ്സിലാകും. ഇനി ഇതിൻ്റെ ഘടനയെക്കുറിച്ച്, എന്താണ് അതിൻ്റെ ഘടനയെക്കുറിച്ച് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട്, വളരെ കുറച്ച് വിശദമായിട്ട് രീതിയിൽ ഞങ്ങൾ സംസാരിക്കുന്നത്. അതുവരെ നമുക്കിപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിഗൂഢ വെളിപ്പെടുത്തലുകൾ, സ്വർഗത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ലോകത്ത് കാണാൻ പോകുന്ന സാഹചര്യം പശ്ചാത്തലം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗം എന്നത് മിഥ്യയാണെന്നും അത് സത്യമല്ലെന്നും അതൊക്കെ സാങ്കല്പികമാണെന്നും ഇതൊക്കെ ആരോ കുറേ അറിവില്ലാത്ത ആൾ എഴുതി വെച്ചതാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെയുള്ള പറച്ചിലിന് മറുപടിയായിട്ട് പറയാനുള്ളതാണ്. അങ്ങനെയുണ്ടെങ്കിൽ പ്രിയ സഹോദര, ആണവ ബോംബുകൾ ഭൂമിയിലുണ്ടോ? ആണവ ബോംബുകൾ ഭൂമിയിലുണ്ടെങ്കിൽ അതിന് 1 കോടി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുണ്ടെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? അത് ശാസ്ത്രീയമായ സത്യമാണോ തെളിവാണോ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തെ മനസ്സിലാവും. അത് പൊട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പരമസത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിഗൂഢമായിട്ട് നിക്ഷിപ്തമായിട്ടുണ്ടെങ്കിൽ അതിന് തത്തുല്യമായൊരു മറുവശം സ്വർഗം എന്ന പരമസത്യത്തെക്കുറിച്ചും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ സാധിക്കേണ്ടി വരും. അതാണ് എൻ്റെ 3-ാമത്തെ പോയിന്റ്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല, ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. സ്വർഗം നരകമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബോംബുകളെല്ലാം പൊട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് 1 കോടി സെൻറ്റിഗ്രേഡ് ചൂട് ഭൂമിയിൽ വരുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന മനുഷ്യർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ മുഖത്ത് നോക്കി ഞാൻ ചോദിക്കുന്ന കാര്യം ഇതാണ്: ആണവ ബോംബുകൾ പൊട്ടുന്ന സാഹചര്യം ഇന്നല്ല നാളെ നിങ്ങളുടെ മുമ്പിൽ കാണും. അങ്ങനെ കാണുമ്പോൾ നീ എന്ത് സംഭവിക്കും? നീ എന്ത് സമ്മതിക്കും? സ്വർഗമില്ലെന്ന് പറയുമോ അതോ പാതാളം ഇല്ലെന്ന് പറയുമോ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അത്ര യാഥാർത്ഥ്യബോധത്തോടെ ശാസ്ത്രീയമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സുകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അടുത്ത ഭാഗത്തിൽ വെളിപ്പെടുത്തലുള്ള നിഗൂഢരഹസ്യങ്ങളുടെ കലവറ തുറന്നതുകൊണ്ട് നിങ്ങളെ ഉദ്ബോധിപ്പിക്കുമ്പോൾ ശ്രദ്ധാപൂർവം കേട്ട് അവിടെ എത്തിപ്പെടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഈ അഗ്നികുണ്ഡത്തിൽ പെട്ടുപോകുന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളെ
ഇത് ഗ്രഹിച്ചുകൊണ്ട് അതിനടുത്ത സ്റ്റെപ്പ് കയറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനെ നമ്മളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.